ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക, കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക, കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന ഒരു പടമാണ്. 2015 പുറത്തിറങ്ങിയ 50 Shades of Grey ആണ് ആദ്യത്തെ പടം. ഡക്കോത്ത ജോൺസൺ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഒരു പെൺകുട്ടി ഒരു പണക്കാരനെ ഇൻ്റർവ്യൂ എടുക്കാൻ പോവുകയും പിന്നീട് അവർ തമ്മിലുണ്ടാവുന്ന ചില പ്രണയങ്ങളുമാണ് ഈ ചിത്രം മുൻപോട്ട് വയ്ക്കുന്നത്. കളികൾ പലതരമുണ്ടെങ്കിലും ഐസ് ക്യൂബ് വെച്ചുള്ള പരിപാടിയാണ് ഈ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ്. റൊമാൻസ് ഇറോറ്റിക് കാറ്റഗറിയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം ഫേവറേറ്റ് കാറ്റഗറിയിൽ തന്നെ സൂക്ഷിക്കാം. അടുത്തത് ഈ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടിയായ 2017 പുറത്തിറങ്ങിയ 50 Shades of Grey ഡാർക്കർ ആണ്. ഈ പടത്തിലും മുൻപ് പറഞ്ഞ ഡക്കോത്ത ജോൺസൺ തന്നെയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഈ പടത്തിലും നടിയുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ആദ്യത്തെ ഭാഗത്തിൽ തെറ്റിപ്പിരിഞ്ഞു പോകുന്ന കമിതാക്കൾ ഈ രണ്ടാമത്തെ ഭാഗത്തിൽ വീണ്ടും ഒന്നിക്കുകയാണ്. അവർ തമ്മിൽ പരസ്പരബോധമില്ലാതെ നടത്തുന്ന ചില കളികൾ നമുക്ക് ഈ സിനിമയിൽ കാണുവാനാകും. റെസ്റ്റോറൻറ്റിൽ വെച്ച് അവർ നടത്തുന്ന ചില പരിപാടികളാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. ഡക്കോത്ത ജോൺസൺ തൻ്റെ കഴിവ് മുഴുവനുമായും ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഫസ്റ്റ് പാർട്ട് കാണുന്നവർ തീർച്ചയായും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടി കണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ സുഖം ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ മൂന്നാമതേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി കനേഡിയൻ ചിത്രത്തിനെയാണ്. 2009 പുറത്തിറങ്ങിയ സ്പ്ലൈസ് എന്ന ചിത്രമാണിത്. ഡെൽഫിൻ ചെനക് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഡ്രെൻ എന്നൊരു കഥാപാത്രത്തിനെ ആണവൾ അഭിനയിക്കുന്നത്. ഒരു പരീക്ഷണശാലയിൽ വെച്ച് 2 ശാസ്ത്രജ്ഞർ നിക്കോളയും എൽസയും കൂടെ ചേർന്ന് മനുഷ്യൻ്റെ DNA മൃഗങ്ങളുടെ DNA സംയോജിപ്പിച്ച് ഒരു പുതിയ ഇനം ജീവിയെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. ആ പരീക്ഷണത്തിൽ അവർ വിജയിക്കുകയും ഡ്രെൻ എന്ന ഹൈബ്രിഡ് ജീവിയെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. ഇതിൽ ഡ്രെന്നിൻ്റെ അടിപൊളി നഗ്നതാ പ്രദർശനവും കളിയുമാണ് ഈ ചിത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു ഹൈബ്രിഡ് ജീവി ആയതിനാൽ കളിക്കുമ്പോൾ അതിൻ്റെ ചിറകുകൾ വിരിയുന്നതും ശ്രദ്ധേയമാണ്. ബാക്കിയെല്ലാം മനുഷ്യൻ്റേത് തന്നെ. ഈ ചിത്രത്തിലെ ഹൈലൈറ്റ് സീൻ എന്ന് വിശേഷിപ്പിക്കേണ്ടതും ഈ കളി രംഗം തന്നെയാണ്. മാത്രമല്ല ഇതൊരു സയൻസ് ഹൊറർ ചിത്രം കൂടിയാണ്. നല്ലൊരു റേറ്റിംഗ് തന്നെ ഈ ചിത്രത്തിനുണ്ട്. ആ ഹൈബ്രിഡ് ജീവിയുടെ കളിക്ക് 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. അതെല്ലാം കൊണ്ട് തന്നെ നിങ്ങൾ ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യാതെ തന്നെ കാണൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ നാലാമതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പൊളിപ്പടമാണ്. പഴയ കാലത്ത് ഈ പടം റിലീസായതെങ്കിലും ഈ പടം തരുന്ന സുഖം ഇപ്പോൾ റിലീസാകുന്ന ഒരു പടത്തിനും തരുവാൻ സാധിക്കുകയില്ല. 1979 റിലീസായ കാലിഗുല ആണ് ഈ പടം. കാലിഗുല എന്ന ചക്രവർത്തിയുടെ കഥ പറയുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. മാൽക്കം മക്ഡോവൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പല പെണ്ണുങ്ങളുടെ നഗ്നതാ പ്രദർശനമുണ്ട്. പുതിയതായി ഇറങ്ങുന്ന ഒരു ചിത്രത്തിനെ എടുത്തു വെച്ചാലും ഈ ചിത്രത്തിൻ്റെ തട്ട് താണ് തന്നെയാണ് ഇരിക്കുന്നത്. കാലിഗുല എന്ന ചക്രവർത്തിയുടെ പട്ടാഭിഷേകവും അതിനുശേഷം ഉണ്ടാകുന്ന ചില സംഭവവികാസങ്ങളുമാണ് ഈ ചിത്രം കൊണ്ടുപോകുന്നത്. നല്ലൊരു ഇറോട്ടിക് ഫാൻറ്റസി ചിത്രമാണിത്. എറിയാൻ അറിയാത്തവൻ്റെ കയ്യിൽ വടി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്നതാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ പറയുന്നത്. ചിത്രത്തിലുടനീളം കാലിഗുല പല സ്ത്രീകളുമായി ബന്ധപ്പെടുന്നുണ്ട്. അതിൽ അവൻ്റെ സഹോദരിയായ സീസിയോനെയും ഉൾപ്പെടുന്നു. കളിമൂത്ത് അവസാനം കാലിഗുല അവൻ്റെ കൊട്ടാരം ഒരു കളിവീടാക്കി മാറ്റുന്നു. വളരെ ക്ഷിപ്രകോപിയും കാമഭ്രാന്തനും ബുദ്ധിഹീനനുമായിരുന്നു നമ്മുടെ കഥാനായകൻ. സൈനിക മേധാവിയുടെ ഭാര്യയെ കളിച്ച് അവനുമായി തന്നെ കഥാനായകൻ ശത്രുത ഉണ്ടാക്കുന്നു.
കൊട്ടാരത്തിൻ്റെ ഖജനാവ് നിറയ്ക്കുവാൻ വേണ്ടി മന്ത്രിമാരുടെ ഭാര്യമാരെ കളിക്കുവാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ കിടക്കുന്നു കാലിഗുലയുടെ വീരസാഹസ്യ കൃത്യങ്ങൾ. ഇറോട്ടിസം കൊണ്ടും കളികൾ കൊണ്ടും പ്രേക്ഷകരെ നല്ല രീതിയിൽ ആവേശപരരാക്കുന്ന ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന മിക്കവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് ഈ പടം പോകുമെന്ന് തീർച്ച. 2013 പുറത്തിറങ്ങിയ നിംഫോമാനിയാക് 1 ആണ് 5ാമത്തെ പടം. കളിയുടെ കാര്യത്തിൽ ഈ പടത്തെ വെല്ലാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. അമ്മാതിരി ഒരു കളിപ്പടമാണിത്. ചാർലോട്ട് ഗ്രൈൻസ്ബർഗ് കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. നല്ല അടിപൊളി ചരക്കാണ് ജോയ് എന്ന ചാർലോട്ട് ഗ്രൈൻസ്ബർഗ്. അവൾ ഒരു നിംഫോമാനിയാക്കാണ്. അതായത് ഒരാളിൽ മാത്രം സംതൃപ്തി കിട്ടാതെ പലരുമായി അവൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു. അങ്ങനെ അവൾ അവളുടെ 15ാമത്തെ വയസ്സ് തൊട്ട് ഓരോരുത്തരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങുന്നു. അത് അവളുടെ ജീവിതം തന്നെ മാറിമറിക്കുന്നു. അവളുടെ ജീവിതത്തിൽ അവൾ പുതിയ തീരങ്ങൾ തേടിപ്പോകുന്നു. പ്രായം കുറഞ്ഞവർ തൊട്ട് പ്രായം കൂടിയവർ വരെയായി അവളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു. അതിനിടയിൽ അവൾക്ക് പ്രണയം ഉണ്ടാകുന്നു. പക്ഷേ അവൾക്ക് ഒരാളുമായി മാത്രം പറ്റില്ലായിരുന്നു. ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതൊരു അടിപൊളി കളി പടമാണെന്ന്. ഇത് കാണുന്ന മിക്കവരുടെയും ഫേവറേറ്റ് കളക്ഷനിലോട്ട് പോകുന്ന ഒരു പടം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഈ പടം തീർച്ചയായും എല്ലാവരും കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ വീഡിയോകൾ എനിക്ക് ചെയ്യാൻ പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക് പോളിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന് സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.